ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിലെ നെക്സ്റ്റ് ടോപ്പിക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നതാണ്. മെഷർമെന്റ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എങ്ങനെയാണ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിസ്ക് മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെഷർമെന്റ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്കിനെ മെഷർമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ബീറ്റ കാൽക്കുലേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെഷർമെന്റ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ചോളാം. നമുക്ക് അറിയുന്ന പോലെ തന്നെ എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്? അൺകൺട്രോളബിൾ ആണ് അല്ലെ. രണ്ട് തരത്തിലുള്ള റിസ്ക് ആണ് സാധാരണഗതിയിൽ ഒരു ഇൻവെസ്റ്റർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അൺകൺട്രോളബിൾ ആണ്. ഒരു ഫേമിന് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാകുന്ന റിസ്ക് ഒന്നല്ല, മാർക്കറ്റിലെ എക്കോണമിയിൽ മൊത്തമായിട്ട് ഉണ്ടാകുന്ന റിസ്ക് ആണ്. ഇൻഫ്ലേഷൻ റിസ്ക് ഒക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നതൊക്കെ സിസ്റ്റമാറ്റിക് റിസ്കിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അത് സിസ്റ്റമാറ്റിക് റിസ്ക് കോസ് വാരിയബിലിറ്റി ഇൻ റിട്ടേൺ ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ എക്കോണമി ഓർ മാർക്കറ്റ്. മാർക്കറ്റിലോ എക്കോണമിയിലോ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം റിട്ടേണിലെ വാരിയബിലിറ്റി ഉണ്ടാകുന്നതാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. Such a change may affect all securities in the market in a greater or less degree. അത്തരത്തിലുള്ള ചേഞ്ചസ് മാർക്കറ്റിലെ എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റീസിനെയും വലിയ തോതിലോ അല്ലെങ്കിൽ ചെറിയ തോതിലോ എന്ത് ചെയ്യുന്നു, ബാധിക്കാറുണ്ട്. ഹെൻസ് an investor cannot avoid such risk. ഇൻവെസ്റ്റർക്ക് ഒരിക്കലും സിസ്റ്റമാറ്റിക് റിസ്കിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. മാർക്കറ്റിൽ ഉണ്ടാകുന്ന, എക്കോണമിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാകുന്ന റിസ്ക് ആണ്. ഒരിക്കലും ഇൻവെസ്റ്റർക്ക് അത്തരം റിസ്കുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സിസ്റ്റമാറ്റിക് റിസ്ക് ഓൾസോ നോൺ ആസ് മാർക്കറ്റ് റിസ്ക് ഓർ അൺഡൈവേഴ്സിബിൾ റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്കിന് ഓൾസോ നമ്മൾ എന്തെന്നും പറയുന്നത്? മാർക്കറ്റ് റിസ്ക് എന്നും അൺഡൈവേഴ്സിബിൾ റിസ്ക് എന്നും പറയാറുണ്ട്. അതായത് ഡൈവേഴ്സ് ചെയ്യാനായിട്ട്, അതായത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഈസ് അൺസർട്ടനിറ്റി ഇൻഹെറന്റ് ടു ദി എൻറ്റയർ മാർക്കറ്റ് ഓർ എൻറ്റയർ മാർക്കറ്റ് സെഗ്മെന്റ്. ഇപ്പൊ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ അതെന്താണ്? മാർക്കറ്റിലെ എൻറ്റയർ മാർക്കറ്റ് സെഗ്മെന്റിൽ അല്ലെങ്കിൽ എൻറ്റയർ മാർക്കറ്റിലെ ഒരു അൺസർട്ടനിറ്റി, ഇൻഹെറന്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ആ അൺസർട്ടനിറ്റി മുഖേന ഉണ്ടാകുന്ന ഒരു റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ഓൾസോ റെഫർഡ് ആറ്റ് വൊളാറ്റിലിറ്റി. ഈ സിസ്റ്റമാറ്റിക് റിസ്കിലെ വാരിയബിലിറ്റി കാരണം, മാർക്കറ്റിൽ ഉണ്ടാകുന്ന വാരിയബിലിറ്റി കാരണമാണ് സിസ്റ്റമാറ്റിക് റിസ്ക് വരുന്നത്. അല്ലെങ്കിൽ വാരിയബിലിറ്റി അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി കാരണമാണ് സിസ്റ്റമാറ്റിക് റിസ്കുകൾ ഉണ്ടാകുന്നത്. ഓൾസോ റെഫർഡ് ടു ആസ് വൊളാറ്റിലിറ്റി. സിസ്റ്റമാറ്റിക് റിസ്ക് കൺസിസ്റ്റിംഗ് ഓഫ് ദി ഡേ ടു ഡേ ഫ്ലക്ച്വേഷൻസ് ഇൻ സ്റ്റോക്ക് പ്രൈസ്. സിസ്റ്റമാറ്റിക് റിസ്കിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡേ ടു ഡേ പ്രൈസ്, സ്റ്റോക്കിന്റെ പ്രൈസിൽ ഡേ ടു ഡേ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകാനായിട്ട് കാരണമാകും. Volatility is a measure of risk because it refers to the behavior or temperament of investment rather than the reason for this behavior. അപ്പോൾ വൊളാറ്റിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എന്താ വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിന്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന കാഴ്ചപ്പാടിലും ബിഹേവിയറിലുള്ള താൽക്കാലികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ എന്താണ് ഈ വൊളാറ്റിലിറ്റി മുഖേന ഉണ്ടാകുന്നതാണ്. Systematic risk underlies all other investment risk. If there is inflation, we can invest in security in inflation resistant economic sectors. If interest rates are high, we can sell our utility stocks and move into newly issued bonds. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷന്റെ ഫലമായിട്ടും സിസ്റ്റമാറ്റിക് റിസ്കുകൾ ഉണ്ടാക്കാം. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥാപനത്തിന് മാത്രമായിട്ട് ഉണ്ടാകുന്നതല്ലല്ലോ, മൊത്തം എൻറ്റയർ എക്കോണമിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എൻറ്റയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇൻഫ്ലേഷന്റെ ഭാഗമായിട്ടും സിസ്റ്റമാറ്റിക് റിസ്കുകൾ ഉണ്ടാകാം. സിസ്റ്റമാറ്റിക് റിസ്കിന്റെ ഭാഗം അല്ലെങ്കിൽ ഇൻഫ്ലേഷന്റെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ പുതിയ ഷെയറുകളിലേക്കോ അല്ലെങ്കിൽ പുതിയ മറ്റ് സെക്യൂരിറ്റികളിലേക്കോ മൂവ് ചെയ്യാം. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റർ ഫേസ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള റിസ്ക് ആണ്. സിസ്റ്റമാറ്റിക് റിസ്കും എന്താണ്, അൺസിസ്റ്റമാറ്റിക് റിസ്കുകളുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിന് മാത്രമായിട്ട് ഉണ്ടാകുന്ന, എക്കോണമിയിൽ മൊത്തം ഉണ്ടാകുന്ന റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഈ സിസ്റ്റമാറ്റിക് റിസ്കിന്റെ മെഷർമെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ദ മീനിങ് ഓഫ് ബീറ്റ നെക്സ്റ്റ് ടോപ്പിക് ആണ്. ദ മീനിങ് ഓഫ് ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ് ആണ് ബീറ്റ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബീറ്റ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.
The systematic risk of a security is measured by statistical measure called beta. എന്താണ് ഒരു സിസ്റ്റമാറ്റിക് റിസ്ക്, ഒരു സെക്യൂരിറ്റിയുടെ സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് എന്തെന്ന് പറയുന്നത്, ബീറ്റ എന്ന് പറയുന്നത്. The data required for calculation of beta are historical data of returns of the individual securities and the return of representative stock market index. അപ്പോൾ ഒരു സെക്യൂരിറ്റിയുടെ സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് എന്തെന്ന് പറയുന്നത്, ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഓഫ് റിട്ടേൺ, ഒരു ഇൻഡിവിജ്വലിന്റെ സെക്യൂരിറ്റിയിൽ ഉണ്ടാകുന്ന ഹിസ്റ്റോറിക്കൽ റിട്ടേൺസിന്റെ അല്ലെങ്കിൽ ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പാസ്റ്റ് റിട്ടേണിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സെക്യൂരിറ്റിയുടെ സിസ്റ്റമാറ്റിക് റിസ്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബീറ്റ ഈസ് എ മെഷർ ഓഫ് വൊളാറ്റിലിറ്റി. ബീറ്റ എന്ന് പറയുന്നത് മെഷർ ഓഫ് വൊളാറ്റിലിറ്റി ആണ്. വൊളാറ്റിലിറ്റി പറഞ്ഞ വാരിയൻസ്, വൊളാറ്റിലിറ്റി മെഷർ ചെയ്യുന്ന ഒന്നും കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ബീറ്റ എന്ന് പറയുന്നത്. ഓർ സിസ്റ്റമാറ്റിക് റിസ്ക് or of a security or a portfolio in comparison to the market as a whole. അപ്പൊ എന്താണ് ബീറ്റ എന്ന് പറയുന്നത്, വൊളാറ്റിലിറ്റി മെഷർ ചെയ്യുന്ന ഒന്നാണ് ബീറ്റ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യുന്ന ഒരു മാർക്കറ്റിലെ മൊത്തം സെക്യൂരിറ്റിയുടെ സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി മെഷർ ചെയ്യുന്ന ഒന്നാണ് എന്ത്, ബീറ്റ എന്ന് പറയുന്നത്. ഇൻ അനദർ വേർഡ്സ്, ബീറ്റ ഗീവ് എ സെൻസ് ഓഫ് സ്റ്റോക്സ് മാർക്കറ്റ് റിസ്ക് കമ്പയർഡ് ടു ഗ്രേറ്റർ മാർക്കറ്റ്. വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് ഓൾസോ യൂസ്ഡ് ടു കമ്പയർ ദ സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ടു ദാറ്റ് ഓഫ് അതർ സ്റ്റോക്ക്. ഒരു മാർക്കറ്റിലെ ഒരു സ്റ്റോക്കിന്റെ റിസ്ക്കും മറ്റ് സ്റ്റോക്കുകളുടെ റിസ്ക്കും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാവുന്നതാണ്, ബീറ്റ ഉപയോഗിക്കാവുന്നതാണ്. ബീറ്റ ഈസ് ഓൾസോ യൂസ്ഡ് ടു കമ്പയർ സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ടു ദാറ്റ് ഓഫ് അതർ സ്റ്റോക്സ്. ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ് യൂസ് ദ ഗ്രീക്ക് ലെറ്റർ ബി ടു റെപ്രസെന്റ് ദ ബീറ്റ. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ് ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള ബി, ബീറ്റ എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നത് ബീറ്റയാണ് കേട്ടോ. ബീറ്റ, ബി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ബീറ്റ ഈസ് യൂസ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, CAPM അല്ലെ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബീറ്റ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒരു സെക്യൂരിറ്റിയുടെ വൊളാറ്റിലിറ്റിയും അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക്കും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പാസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിട്ടേൺസിന്റെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബീറ്റ മെഷർ ചെയ്യുന്നത്. ബീറ്റ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ലെറ്റർ ആയുള്ള ബി എന്ന് പറയുന്നതാണ് നമ്മൾ ബീറ്റനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ബീറ്റ എന്നാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത് കേട്ടോ, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ബീറ്റ, ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള ബീറ്റ എന്നുകൊണ്ടാണ് ബീറ്റനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ CAPM-ലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബീറ്റ ഉപയോഗിക്കുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നതാണ് CAPM എന്ന് പറയുന്നത്. അപ്പൊ CAPM മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബീറ്റ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബീറ്റ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബീറ്റ ഉപയോഗപ്പെടുത്തുന്നത്. Thus, the beta indicates sensitivity of return on share with the return on the market. മാർക്കറ്റിലെ റിട്ടേണിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഷെയറിന്റെ റിട്ടേണിൽ ഉണ്ടാകുന്ന സെൻസിറ്റിവിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബീറ്റ ഉപയോഗിക്കാവുന്നതാണ്. Some companies' activities are more sensitive to change in the market. ചില കമ്പനികളുടെ ആക്ടിവിറ്റീസ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് അനുസരിച്ച് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുന്നതായിരിക്കും ചില കമ്പനികളുടെ ആക്ടിവിറ്റീസ്. അപ്പൊ ആ ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ റിസ്ക്കും റിട്ടേൺ ഒക്കെ റിട്ടേൺ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ വാരിയേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാവുന്നതാണ്, റിസ്കിന്റെ വാരിയേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ബീറ്റ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ലക്ഷറീസ് ആയിട്ടുള്ള കാർ മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ വരുന്ന വ്യതിയാനങ്ങൾ എങ്ങനെയാണ് ആ കമ്പനിയുടെ റിസ്കിനെ ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീറ്റ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ലക്ഷറീസ് കാർ മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ ആണെങ്കിൽ ഹൈ ബീറ്റ ആയിരിക്കും. അതുപോലെ തന്നെ ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ അവിടെ ലോവർ ബീറ്റ ആയിരിക്കും. അപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ്. വൊളാറ്റിലിറ്റി, ഒരു സെക്യൂരിറ്റിയുടെ വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ വൊളാറ്റിലിറ്റി ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നത് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിനെയാണ് കമ്പയർ ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന സെക്യൂരിറ്റീസിന്റെ റിസ്കിനെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ സെക്യൂരിറ്റിയുമായി കമ്പയർ ചെയ്യാനും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് എത്രയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ബീറ്റ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് സാധാരണഗതിയിൽ ലക്ഷറീസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ബീറ്റ ഹൈ ആയിരിക്കും.
അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, ഫുഡ് മാനുഫാക്ചറിങ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ ബീറ്റ എന്നുമ്പോൾ ലോവർ ആയിരിക്കും. ദെൻ ബീറ്റനെ മെഷർ ചെയ്യുന്നത് 1 എന്ന് പറയുന്ന വാല്യൂ ഉപയോഗിച്ചിട്ടാണ്. ബീറ്റയുടെ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1 ആണ്. ബീറ്റയുടെ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പറയുന്നത്, ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് പാരഗ്രാഫിൽ അടയാളപ്പെടുത്താം. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അതിന്റെ സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 1 ആണ്. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. എഗെയിൻസ്റ്റ് വിച്ച് ഓൾ ഷെയർസ് ബീറ്റ ആർ മെഷർഡ്. ആ ബെഞ്ച് മാർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മറ്റെല്ലാ ഷെയർസിന്റെയും ബീറ്റ നമ്മൾ വാല്യൂസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബീറ്റയുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു അളവുകോലായിട്ടാണ് നമ്മൾ ഈ 1 എന്ന് പറയുന്ന വാല്യൂ ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബീറ്റയുടെ ഈ 1 എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ വെച്ചാൽ ഒരു അളവുകോലായിട്ടാണ് കണക്കാക്കുന്നത്. മറ്റ് സെക്യൂരിറ്റീസിന്റെ റിസ്കിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവുകോൽ എന്ന രീതിയിലാണ് നമ്മൾ ബീറ്റയുടെ വാല്യൂ 1 സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാം ഇന്റർപ്രിറ്റേഷൻസ്. ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 1ലും ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആയിരിക്കും. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്, ബീറ്റയുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 1 ആണ്. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 1ലും കൂടുതലാണെങ്കിൽ, ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അഗ്രസീവ് സെക്യൂരിറ്റീസ് ആയിരിക്കും. എ ബീറ്റ ഓഫ് ഗ്രേറ്റർ ദാൻ 1 ഇൻഡിക്കേറ്റ് ദാറ്റ് ദ സെക്യൂരിറ്റി പ്രൈസ് വിൽ ബി മോർ വൊളാറ്റിൽ ദാൻ മാർക്കറ്റ്. അപ്പൊ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ വൊളാറ്റിൽ മാർക്കറ്റിനെക്കാട്ടും കൂടുതലാണ് സെക്യൂരിറ്റിയുടെ പ്രൈസ് എന്നാണ് കാണിക്കുന്നത്. ഇനി ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിഫെൻസീവ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ്. ബീറ്റ ലെസ് ദാൻ 1 മീൻസ് ദ സെക്യൂരിറ്റി വിൽ ലെസ് വൊളാറ്റിൽ ദാൻ മാർക്കറ്റ്. മാർക്കറ്റിനെക്കാട്ടും ലെസ് വൊളാറ്റിൽ ആയിരിക്കും ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ. ദെൻ ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ന്യൂട്രൽ സെക്യൂരിറ്റീസ് ആണ്. അവിടെ സെക്യൂരിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിനനുസരിച്ചാണ് മൂവ് ചെയ്യുന്നതെന്നാണ് അവിടെ കാണിക്കുന്നത്. ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ന്യൂട്രൽ സെക്യൂരിറ്റീസ് ആണ്. സെക്യൂരിറ്റീസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിനനുസരിച്ചാണ് മൂവ് ചെയ്യുന്നതെന്നാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിസ്റ്റമാറ്റിക് റിസ്കിന്റെ മെഷർമെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞു. സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റ ഉപയോഗപ്പെടുത്തുന്നത്. എന്താണ് ബീറ്റ എന്ന് പറഞ്ഞു, ബീറ്റനെ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഗ്രീക്ക് ലെറ്ററിൽ നിന്നാണ് ബീറ്റ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. CAPM-ലൊക്കെ ബീറ്റ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു. പാസ്റ്റ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബീറ്റ, പാസ്റ്റ് റിട്ടേണിന്റെ അടിസ്ഥാനത്തിലാണ് ബീറ്റ നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ലക്ഷറസ് ആയുള്ള മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ ആണെങ്കിൽ അവർക്ക് ബീറ്റ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ അവരുടെ ബീറ്റ എന്ന് പറയുന്നത് ലോ ആയിരിക്കും പറഞ്ഞു. ബീറ്റയുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 1 ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വാല്യൂ അല്ലെ അളവുകോൾ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ 1ൽ കൂടുതലാണ്, ബീറ്റയുടെ വാല്യൂ 1ൽ കൂടുതലാണെങ്കിൽ അഗ്രസീവ് സെക്യൂരിറ്റീസ് ആയിരിക്കും. ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിഫെൻസീവ് സെക്യൂരിറ്റീസ് ആയിരിക്കും. ഈക്വൽ ടു 1 ആണെങ്കിൽ ന്യൂട്രൽ സെക്യൂരിറ്റീസ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെഷർമെന്റ് ഓഫ് ബീറ്റ. ബീറ്റയുടെ മെഷർമെന്റ് ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. പ്രോബ്ലം ഒക്കെ ചെയ്യാനുണ്ട്. ബീറ്റയുടെ മെഷർമെന്റ് ഓഫ് ബീറ്റ. അപ്പോൾ ബീറ്റനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ അല്ലെ. അപ്പൊ നോക്കാം. The systematic risk of an investment is measured by covariance of an investment's returns with the returns of market. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എൻ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഇൻവെസ്റ്റ്മെന്റിലെ സിസ്റ്റമാറ്റിക് റിസ്ക് നമ്മൾ മെഷർ ചെയ്യുന്നത് കോവാരിയൻസ് ഓഫ് എൻ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ വിത്ത് റിട്ടേൺ ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിലെ റിട്ടേണും ഇൻവെസ്റ്റ്മെന്റിലെ റിട്ടേണും തമ്മിലുള്ള കോവാരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻവെസ്റ്റ്മെന്റിലെ റിസ്ക് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത്. വൺസ് ദ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഈസ് കാൽക്കുലേറ്റഡ്, ഇറ്റ് ഈസ് ദെൻ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക്, ഒരു ഇൻവെസ്റ്റ്മെന്റിലെ സിസ്റ്റമാറ്റിക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ മാർക്കറ്റ് റിസ്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ടു കാൽക്കുലേറ്റ് റിലേറ്റീവ് മെഷർ ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക്, റിലേറ്റീവ് മെഷർ ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് റിലേറ്റീവ് മെഷർ ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് കോൾഡ് ബീറ്റ. ഇത്തരത്തിലുള്ള റിലേറ്റീവ് റിസ്ക് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്കിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് യൂഷ്വലി റെപ്രസെന്റഡ് ബൈ സിംബൽ. എന്താണ് ബീറ്റനെ സാധാരണഗതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു സിംബൽ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ എന്നാണ് അത് വായിക്കുന്നത്. ഇഫ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഹാസ് ട്വൈസ് ആസ് മച്ച് സിസ്റ്റമാറ്റിക് റിസ്ക് ആസ് ദി മാർക്കറ്റ്, ഇറ്റ് വുഡ് ഹാവ് ബീറ്റ ഓഫ് 2. എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ട്വൈസ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടെങ്കിൽ അത് ബീറ്റ ഓഫ് 2 ആയിരിക്കും. Then 2 statistical method may be used for calculation of beta. അപ്പൊ എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെന്റിലെ റിസ്ക്, സിസ്റ്റമാറ്റിക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു.
ദെൻ സിസ്റ്റമാറ്റിക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു റിലേറ്റീവ് മെഷറാണ്, റിലേറ്റീവ് മെഷർ ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് എന്തെന്ന് പറയുന്നത്, ബീറ്റ എന്ന് പറയുന്നത്. ഇനി ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, കോറിലേഷൻ മെത്തേഡും റിഗ്രഷൻ മെത്തേഡും. ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ മെത്തേഡാണ്? കോറിലേഷൻ മെത്തേഡും റിഗ്രഷൻ മെത്തേഡും. നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് കോറിലേഷൻ എന്താണ്, റിഗ്രഷൻ എന്താണെന്നൊക്കെ ക്യൂട്ടിയിലും സ്റ്റാറ്റിയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കോറിലേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടും റിഗ്രഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബീറ്റ മെഷർ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് കോറിലേഷൻ മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്, കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. കോറിലേഷൻ മെത്തേഡ് പ്രകാരം ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോറിലേഷൻ മെത്തേഡ് പ്രകാരം ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് കോറിലേഷൻ മെത്തേഡ്, ഒന്ന് റിഗ്രഷൻ മെത്തേഡും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോക്കി വെച്ചോളൂ. ഒന്ന് കോറിലേഷൻ മെത്തേഡ്, ഒന്ന് റിഗ്രഷൻ മെത്തേഡും. അതിലെ കോറിലേഷൻ മെത്തേഡ് പ്രകാരം ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണിത്. ബീറ്റ ഈസ് ഈക്വൽ ടു ആർ ഐ എം. എന്റെ എങ്ങനെ വായിക്കാന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ട്. ബീറ്റ ഈസ് ഈക്വൽ ടു ആർ ഐ എം സിഗ്മ 1 സിഗ്മ എം ഡിവൈഡഡ് ബൈ സിഗ്മ എം സ്ക്വയർ. ബീറ്റ ഈസ് ഈക്വൽ ടു ആർ ഐ എം സിഗ്മ 1, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സിഗ്മ എം ഡിവൈഡ് ബൈ സിഗ്മ എം സ്ക്വയർ. ഓക്കെ, ഇനി ഇതില് ബീറ്റ ഈ ലെറ്റർ ഉപയോഗിക്കുന്നത് ബീറ്റ തന്നെയാണ്. ദെൻ ആർ ഐ എം എന്ന് പറഞ്ഞാല് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് ദി റിട്ടേൺ ഓൺ ദി ഷെയർ ആൻഡ് റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ്. ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യൂട്ടിയിൽ. ആർ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ്. അപ്പൊ ആർ ഐ എം എന്ന് പറഞ്ഞാലോ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് ദി റിട്ടേൺ ഓൺ ദി ഷെയർ ആൻഡ് റിട്ടേൺ ഓൺ ദി ഓഫ് ദി മാർക്കറ്റ്. മാർക്കറ്റിലെയും ഷെയറിലെയും റിട്ടേണിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റിനാണ് ആർ ഐ എം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സിഗ്മ 1. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക്. സിഗ്മ ഐ എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക്. സിഗ്മ ഐ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്തത്, പക്ഷെ സിഗ്മ 1 എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ സിഗ്മ 1 കേട്ടാ. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക്. ഓക്കെ, നെക്സ്റ്റ് സിഗ്മ എം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് സിഗ്മ എം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് സിഗ്മ എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ വാരിയൻസ് ഓഫ് ദി റിട്ടേൺ ഓൺ മാർക്കറ്റ്. വാരിയൻസ് ഓഫ് ദി റിട്ടേൺ ഓൺ മാർക്കറ്റ്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ഡി സ്ക്വയർഡ്. ഇതിന്റെ സിഗ്മ എമ്മിന്റെ സ്ക്വയർ ആണ് സിഗ്മ എം സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ആണല്ലോ, കോറിലേഷൻ മെത്തേഡ് ഉണ്ട്, റിഗ്രഷൻ മെത്തേഡ് ഉണ്ട്. കോറിലേഷൻ മെത്തേഡ് പ്രകാരം ബീറ്റ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ആ ഇക്വേഷൻ പ്രകാരം ഒരു പ്രോബ്ലം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇക്വേഷൻ നന്നായി മനസ്സിലാക്കി വെക്കാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇല്ലുസ്ട്രേഷൻ 8. Okay, Mr. A considering investing in Y Limited, the correlation coefficient between company's return and return on the market is 0.935. അപ്പൊ എന്താണ്, മിസ്റ്റർ എം എന്ന് പറയുന്ന വ്യക്തി Y ലിമിറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൺസിഡർ ചെയ്തു. ദെൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ കമ്പനി റിട്ടേൺ, കമ്പനിയുടെ റിട്ടേണും റിട്ടേൺ ഓൺ മാർക്കറ്റും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് 0.935 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി റിട്ടേൺ ഓൺ ദി സ്റ്റോക്ക്, സ്റ്റോക്കിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൺ റിട്ടേൺ എന്ന് പറയുന്നത് 14.96 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി റിട്ടേൺ ഓൺ ദി മാർക്കറ്റ് എന്ന് പറയുന്നത് 10.11 ആണ്. കാൽക്കുലേറ്റ് ബീറ്റ വാല്യൂ. ഇതാണ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബീറ്റ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബീറ്റ കാണാനുള്ള ഇക്വേഷൻ ആദ്യം എടുത്തത് ബീറ്റ ഈസ് ഈക്വൽ ടു ആർ ഐ എം സിഗ്മ 1 സിഗ്മ എം ഡിവൈഡ് ബൈ സിഗ്മ എം സ്ക്വയർ. ആ ഇക്വേഷൻ എടുത്തേരി. ദെൻ അതിനുശേഷം ബീറ്റ ഈസ് ഈക്വൽ ടു ഓരോന്നും എടുത്ത് എഴുതുക, സൈഡിൽ എടുത്ത് എഴുതുക, അത്രയാണ് ഓരോന്ന്. ആർ ഐ എം എന്ന് പറഞ്ഞാല് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ കമ്പനീസ് റിട്ടേൺ ആൻഡ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് വാല്യൂ, അതല്ലേ ആർ ഐ എം എന്ന് പറയുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് റിട്ടേൺ ഓൺ ഷെയർ ആൻഡ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത് 0.935. അപ്പൊ സൈഡിൽ എടുത്ത് എഴുതാം ആർ ഐ എം എന്ന് പറയുന്നത് 0.935. നെക്സ്റ്റ് എന്താണ് വേണ്ടത്, സിഗ്മ 1 വേണം അല്ലെ. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക് ആണ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓൺ സ്റ്റോക്ക് എന്ന് പറയുന്നത് 14.96 ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 14.96. ദെൻ സിഗ്മ എം എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓൺ മാർക്കറ്റ് ആണ് 10.11 ആണ് സിഗ്മ എം. ദെൻ സിഗ്മ എം സ്ക്വയർ പറഞ്ഞപ്പോൾ ഈ സിഗ്മ എമ്മിന്റെ സ്ക്വയർ
അത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. സിഗ്മ എമ്മിന്റെ സ്ക്വയർ ആണ് സിഗ്മ എം സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ 10.11 സ്ക്വയർ എന്ന് പറയുന്നതാണ് സിഗ്മ എം സ്ക്വയർ. 102.21 വരിക. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തേണ്ടതാണ്. 102.21 സിഗ്മ എമ്മിന്റെ സ്ക്വയർ. ആ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ എടുത്ത് എഴുതി വെക്കാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം നേരിട്ട് ചെയ്യാം. അങ്ങനെ എന്തായാലും സൈഡിൽ എഴുതി വെക്കണം കേട്ടോ. ദെൻ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാണ്. ബീറ്റ ഈസ് ഈക്വൽ ടു RIM അല്ലെ, ഇക്വേഷൻ പ്രകാരം RIM എന്ന് പറയുന്നത് 0.935 ഇൻറ്റു സിഗ്മ 1 എന്ന് പറയുന്നത് 14.96 ഇൻറ്റു സിഗ്മ എം 10.11 ഡിവൈഡ് ബൈ സിഗ്മ എം സ്ക്വയർ എന്ന് പറയുന്നത് 102.21. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇത് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 1.384 ആണ് ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്കിന്റെ മെഷർമെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. മെഷർമെന്റ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്താന്ന് പറഞ്ഞു. സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടി ബീറ്റയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. എന്താണ് ബീറ്റ എന്ന് പറഞ്ഞു. ബീറ്റയുടെ ബെഞ്ച് മാർക്കിനെ കുറിച്ചിട്ടും അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. എങ്ങനെ ബീറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ബീറ്റയുടെ മെഷർമെന്റ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രോബ്ലം ചെയ്തു. 2 മെത്തേഡ് ഉണ്ട് ബീറ്റ മെഷർമെന്റിന്. 2 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, കോറിലേഷൻ മെത്തേഡും റിഗ്രഷൻ മെത്തേഡും. കോറിലേഷൻ മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ